ചേട്ടൻ പറഞ്ഞു സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അതിന്റെ അർത്ഥം? മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണിത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നു. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നത് ജനപ്രിയൻ, വിനോദയാത്ര, സത്യനന്ദിക്കാടിന്റെ സിനിമകള്. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാര്? അല്ല, അതിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുന്ന ഒരു വയലൻസ് സിനിമ ഉണ്ടാക്കിയ നിങ്ങളാരും കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എനിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കണം. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയ സിനിമ ഉണ്ടാക്കാൻ ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്.